ചാനൽ അമ്മൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഒരു ചക്കയവിയലാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ചക്ക നമ്മൾ ഈ വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വേകുന്ന ചക്കയാണ്. അപ്പോൾ ഇതിന് ഞാനൊരു മുറി ചക്ക, ചെറിയൊരു മുറി ചക്കയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇച്ചിരി മുരിങ്ങയ്ക്ക, 2 മുരിങ്ങയ്ക്ക നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വേവിച്ച ഒരു ചക്കക്കുരുവിൻ്റെ ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒന്നിച്ച് വേവിച്ച് വെക്കുന്നത്. ആ ചക്കക്കുരുവാണ് കണ്ടോ, ഒരു പ്രശ്നമില്ലാണ്ട് വന്നിരിക്കുന്നത്. സോ ഞാൻ ഈ ചക്കക്കുരുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾക്ക് ചക്കയവിയലിന് ആവശ്യമുള്ളത് ചക്ക, മാങ്ങ, മുരിങ്ങയ്ക്ക, ചക്കക്കുരു, പിന്നെ നമ്മുടെ മസാലകൾ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയ്ക്കായും ചക്കക്കുരും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ചക്ക ഒരു പകുതി വേകുമ്പം ചക്ക ഇട്ട് കൊടുക്കണം. ചട്ടിക്കകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മുരിങ്ങക്കോലിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ചക്കക്കുരും കൂടി ഒന്ന് ഓണാക്കി കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ചക്കയവിയലിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചെറിയുള്ളി, പിന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു മുറി തേങ്ങ. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി, ഒത്തിരി അരയണ്ട. നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. ഓക്കെ, സോറി, ഞാൻ ഈ കാന്താരി ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഒരു 10 കാന്താരി കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ചക്കയവിയലിൻ്റെ ചക്കക്കുരും മുരിങ്ങയ്ക്കായും വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപ്പിടുക, പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിടാം. ചക്കയവിയലിൻ്റെ മാങ്ങായും മുരിങ്ങയ്ക്കായും ചക്കക്കുരും റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ചക്ക അവിയലിന് പാകമായിട്ടുള്ള ചക്ക ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചക്കയവിയൽ എന്തായെന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടപ്പിട്ട് കൊടുക്കാൻ പാകമായി. നമുക്ക് അരച്ചു വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അരച്ചിട്ടേ ഉള്ളൂ. ചതച്ച തേങ്ങയും കാന്താരിയും കറിവേപ്പിലയും ഉള്ളിയെല്ലാം കൂടെ ചാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. ഇനി നമുക്ക് ഉപ്പും കൂടി ഈ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ അരപ്പിൻ്റെ മേലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് മസാല ഒന്ന് വേകാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് പതുക്കി കൊടുക്കാം. ഓൾറെഡി ചക്കയെല്ലാം വെന്തു, മുരിങ്ങയ്ക്കായും മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടച്ചു വെച്ചൊരു മിനിറ്റ് നമുക്കൊന്ന് അറിയില്ല. ചക്കയ്ക്ക് താളിക്കാൻ വേണ്ടി നമുക്കൊരു തവ വെച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിക്കാം. പൊടിക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലും നമ്മുടെ ചക്കയവിയൽ ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി തേങ്ങ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആയിട്ട് ചക്കയും മാങ്ങായും എല്ലാം കൂടെ വെന്തിട്ടുണ്ട്. അവിയലിന് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് എണ്ണയാണ്. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം.
നല്ല തേങ്ങയുടെ നല്ല മണവും ജീരകത്തിൻ്റെ മണമെല്ലാം കൂടെ നല്ലൊരു ഭയങ്കര ഒരു മണം. ഇതിനകത്ത് ഇച്ചിരി കടുകും കൂടെ താളിച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് ഇതിനകത്ത് ഇച്ചിരി കായം ചേർക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് ആയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ കായപ്പൊടി ചക്കയ്ക്ക്. ഓക്കെ, ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം മുമ്പ് ഞാൻ എണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഞാൻ ഇച്ചിരി ചെറിയുള്ളി ഇതും കൂടി ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. കാര്യം എന്നാ വെച്ചാൽ ഒത്തിരി എണ്ണയായ പ്രശ്നമാണ്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്കിനി ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അല്ലെ ചട്ടിക്കകത്ത് തന്നെ വെച്ചാൽ മതി. ചട്ടി ഒരു ഇതല്ലേ, ചട്ടിക്കകത്ത് തന്നെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ചക്കയവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്കും കമൻറ്റ്സും ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരു വീഡിയോമേ വരുന്നവരെ ബായ്.